അവള് കറങ്ങാനും പോയി, ഇവളിന് ഉറങ്ങിയും പോയി. പിന്നെ എന്താന്നറിയില്ല, 2-3 ദിവസമായിട്ടേ ഉറക്കം തന്നെ. ഇടയ്ക്കിടയ്ക്ക് പിച്ചും പെയ്യും പറയണം. ഭയങ്കര ബഹളമാണ് അവൻ. നല്ല ഉറക്കം. നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയ സ്ഥിതിക്ക് ഒന്ന് എണീപ്പിക്കായിരുന്നു. വേണം വിളിച്ചു നോക്കാം. ബേബി, ബേബി എന്തേടാ? എടി ജോളി, നീ അങ്ങനെ വിളി. എടി ജോളിന്നാ? പിന്നല്ലേ ജോളി എന്ന് വിളിക്കാതെ പിന്നെ ഞാൻ വിളിക്കുന്നത്? ഞാൻ നിന്റെ അമ്മയാടാ. ആരമ്മ? എന്റെ അമ്മയൊന്നുമല്ല. എടാ ബേബി. ബേബിയാ? ഏത് ബേബി? എടാ എന്റെ മോൻ ബേബി അല്ലേ? ഏത് ബേബി? നിങ്ങളുടെ മോൻ ബേബി. നിങ്ങളുടെ മോൻ ബേബിന് എന്റെ കൈ കിട്ടിയ എന്റെ പള്ളകൂത്തി എന്റെ കുടലെടുക്കും ഞാൻ. നീ ആരാ? മനസ്സിലായില്ലേ? ഇല്ല. നീ ആ പള്ളിയിൽ നിന്ന് വന്നിട്ട് എന്താണ്ട് സാധനം കലക്കി തന്ന് എന്റെ കംപ്ലീറ്റ് സ്വത്ത് നീ തട്ടിയെടുത്തില്ലേ? ആ സ്വത്ത് എനിക്ക് തിരിച്ചു തന്നിട്ട് വന്നാ മതി. അയ്യോ ആന്റപ്പൻ. അപ്പൊ നിനക്ക് അറിയാലേ ആന്റപ്പനാണെന്ന്? അയ്യോ എനിക്ക് എഴുതാൻ പറ്റില്ല. ആന്റപ്പൻ എന്റെ ആങ്ങള ആന്റപ്പനാണോ? നിന്റെ ആങ്ങളൊന്നുമല്ല. എന്റെ സ്വത്ത് തിരിച്ചു തന്നില്ലല്ലോ നിന്റെ ആന്റപ്പൻ. എന്റെ മരിച്ചുപോയ ആങ്ങള ആന്റപ്പന്റെ പ്രേതം പ്രേതമാണ്. ഇതിന് മറ്റേ ഇത് പറയും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സാധനമാണ് ഈ സാധനം. അന്യനിലൊക്കെ കണ്ടിട്ടുണ്ട്. നടപ്പൊക്കെ മാറി കേട്ടോ, നടപ്പൊക്കെ കംപ്ലീറ്റ് മാറി. ഇത് ബേബി സാർ അല്ലേ നടക്കുന്നേ? സാറേ വിളി കേട്ടു. ആന്റപ്പ നീ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നാ? നീക്കല്ലടി ഞാൻ ചത്ത കഴിഞ്ഞപ്പോ പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിട്ടത്. അയ്യോ ഇത് ശരിക്കും ആത്മാവ് തന്നെ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് സ്കാനിംഗ് ഉള്ള ഒരു പ്രശ്നമില്ല, എപ്പോഴും എക്സസൈസ് ആണ് അമ്മച്ചി. സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു. പ്രശ്നമുണ്ട്? അയ്യോ ഒരു പ്രശ്നമില്ല, ഡോക്ടർ പറഞ്ഞ എല്ലാം ഓക്കെ ആണ്. കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ഇപ്പൊ പോകും.